അസ്സലാമു അലൈക്കും മുത്തുമണീസ്. രണ്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. ഇത് ഹെൽത്തി ആവണതും ആക്കാത്തതും നമ്മളുടെ ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി പിന്നെ അതേപോലെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അടുത്തത് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്രീൻ പീസ് ക്രഷ് ചെയ്തിട്ട് ഇല്ലത് ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതേപോലെ ഇച്ചിരി കുരുമുളക് പൊടി, ഗരം മസാല, വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുങ്ങാണ്ട് മിക്സ് ആക്കിയിട്ടോ. അതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് അങ്ങനെ ആ ഒരു മിക്സ് റെഡിയാക്കി അതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ വെച്ചുങ്ങാണ്ട് നമ്മൾ ഇതാക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, എഗ്ഗിൻ്റെ പോർഷനിൽ ഒരു ഇച്ചിരി മൈദയും കൂടി ആഡ് ആക്കിക്കണു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഇച്ചിരി കുരുമുളകും പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ എഗ്ഗിൻ്റെ ആ ഒരു ഇതിലും ബാറ്ററിൽ മുക്കിയിട്ട് വെക്കൂല, അതിലാണ് ഞാൻ മൈദ യൂസ് ആക്കിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നാരങ്ങ വെള്ളം ഇവിടെ മസ്റ്റാണ്, ഇല്ലാതെ ഇവിടെ നടക്കില്ല. എത്ര ജ്യൂസും കാര്യങ്ങളും വേറെ എന്ത് ഫുഡ് ഉണ്ടെങ്കിലും നാരങ്ങ വെള്ളം നിർബന്ധമാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും ആ പരിപാടിയും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നമ്മളെ വത്തക്ക ജ്യൂസ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഇച്ചിരി ചിയാ സീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിയാ സീഡ് നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റിയ കസ്കസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് നിങ്ങൾ കണ്ടില്ലേ, ഫസ്റ്റത്തെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആ ഒരു മിക്സ് ഉണ്ടാക്കിയാലോ, അത് നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു മിക്സ് വെച്ച് റോളാക്കിങ്ങാണ്ട് കഴിക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഡയറ്റൊക്കെ യൂസ് ആക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എണ്ണയിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കാതെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് കഴിക്കുക. അതൊക്കെ ഒരു നല്ല ഒരു ഇതാണ്. അപ്പം നമ്മൾ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു 5 എണ്ണം എനിക്ക് കുറച്ച് അധികമാണ് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് സിപ്ലോ കവറിലിട്ടുങ്ങാണ്ട് അങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വേഗം, അപ്പോഴത്തേക്ക് 6 മണി 6:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിങ്ങാണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ സിയമോളൊക്കെ ആകെപ്പാട് ഇങ്ങനെ ആടി ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഓൾ സ്കൂളിൽ വന്നെങ്ങാണ്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം യാസീനും ഉണ്ട്, ഓന് ആകെ ക്ഷീണിച്ച് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾ ഇനി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരുന്നൊക്കെയാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. രണ്ടാമത്തെ ഒരു നോമ്പും അങ്ങനെ നമ്മൾ തുറന്നു കേട്ടോ. നല്ല രീതിയിൽ ക്ഷീണമുണ്ട്, എന്നാലും കൂടിയിട്ട് അൽഹംദുലില്ലാ അതങ്ങനെ പൂർത്തിയാക്കാൻ പറ്റി. പിന്നെ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യാസിക്കുട്ടിയും സിയമോളും പാട് നമ്മൾ ഉണ്ടാക്കി വെച്ച നൂൽപുട്ടും കറിയും ഒക്കെ കഴിക്കാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയണ പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.